ചെറുപ്പക്കാരുടെ കാര്യത്തിൽ അഡ്രസ് ദ റിയൽ ലൈഫ് സ്ട്രഗിൾസ്. അവരുടെ ചില എന്താണ് റിയൽ ലൈഫ്, അവിടെ യഥാർത്ഥ ജീവിത ചില സ്ട്രഗിൾസ് ഉണ്ട്. അത് ഫോർ എക്സാമ്പിൾ അവർക്ക് പിയർ പ്രഷറുണ്ട്, അറിയാമല്ലോ, അവർ പഠിക്കുന്ന ക്യാമ്പസിലും അവരുടെ ഒത്തിരി പിയർ പ്രഷറുണ്ട്. ലസ്റ്റ്, അവരെ പുറകെ പിടിക്കുന്ന ഈ പറഞ്ഞ പോലെ ലസ്റ്റ്, അവരുടെ കണ്ണിന് അല്ലേ, അവർ കാണുന്നതെല്ലാം നമ്മുടെ കണ്ടുകൊണ്ടിരുന്ന പോലെയല്ല. ചില കുട്ടികൾക്ക് അവരുടെ ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്. പക്ഷേ അതെന്ത് ചെയ്യണം, അവരുടെ സ്ട്രഗിളാണ്. ചില കുട്ടികൾക്ക് ഒരു ഡിപ്രഷനുണ്ട്. പക്ഷേ എന്ത് ചെയ്യണം, അത് നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. 1 Corinthians 10:13 എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് വരാത്ത പ്രലോഭനങ്ങൾ ഒന്നും ഇല്ല. അവരുടെ ലൈഫ് സ്ട്രഗിൾസ് എന്ത് ചെയ്യണം, അത് ചർച്ച അവരുടെ സ്ട്രഗിൾസ് നമ്മൾ അവോയ്ഡ് ചെയ്താൽ they'll find answers elsewhere. എനിക്കറിയാം, സഭ ശ്രദ്ധിക്കാത്തത് കാരണം കുട്ടികൾ പോയി കൾട്ടുകളിൽ ചേർന്നിട്ടുണ്ട്. അവർ ചർച്ചിൽ വന്ന് പറഞ്ഞപ്പോൾ അതങ്ങ് ഗൗരവമായിട്ടെടുത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റി, അവർ ഗൗരവമായിട്ട് എടുക്കുന്ന കൂട്ടത്തിലേക്ക് അങ്ങ് പോയി. പിന്നെ ഒരു പരത്തിലും ഇവരെ തിരിച്ച് കിട്ടുന്നില്ല. കാര്യം എന്താ, അവർ പോയി. അവർ സഭയിലുണ്ടായിരുന്നു, പക്ഷേ അവരുടെ ലൈഫ് സ്ട്രഗിൾ റിയൽ സ്ട്രഗിളായിരുന്നു. പക്ഷേ അതാരും മൈൻഡ് ചെയ്തില്ല. ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് അടുത്ത് സംസാരിക്കുമ്പോൾ അറിയാം, അവർക്ക് ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട് പ്രിയപ്പെട്ടവരെ. അത് അഡ്രസ്സ് ചെയ്യേണ്ടത് സഭയ്ക്ക് പുറത്തല്ല, സഭയിൽ ആ സ്ട്രഗിള് അഡ്രസ്സ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. മേക്ക് പ്രെയർ എ കൾച്ചർ. പ്രാർത്ഥന ഒരു എന്താണ്, നിങ്ങളുടെ വീട്ടിലൊരു സംസ്കാരമാണ് പ്രാർത്ഥനയെങ്കിൽ നിങ്ങളുടെ കുട്ടികളിലും ആ സംസ്കാരം ഉണ്ടായിരിക്കും. എന്താണ് കർത്താവ് പറഞ്ഞത്? വാച്ച് ആൻഡ് പ്രേ. ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെയെങ്കിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുട്ടികൾക്കായിട്ട് എന്തെങ്കിലും പ്രാർത്ഥനയുണ്ടോ? നൈറ്റ് പ്രേയേഴ്സ്, കുട്ടികളെ വിടുക പ്രിയപ്പെട്ടവരെ. പ്രെയർ ഗ്രൂപ്പ്സ്, അതിലേക്ക് കുട്ടികളെ വിടുക അല്ലേ. ഞാനൊരു കാര്യം പറയാം, എ പ്രേയിങ് ടീനേജർ ഈസ് എ ഡേഞ്ചറസ് വെപ്പൺ. പ്രാർത്ഥിക്കുന്ന ഒരു ടീനേജർ ഉണ്ടെങ്കിൽ ഒരു ഡേഞ്ചറസ് വെപ്പണാണ്, അപകടകാരിയായ ഒരു ആയുധമാണ്. പിശാചിന് ഏറ്റവും പേടി ആരെയായിരിക്കും? ഒരു പ്രാർത്ഥിക്കുന്ന യുവാവ് യുവതി ഉണ്ടെങ്കിൽ